നമസ്കാരമുണ്ട്. വാറിനെണ്ണാണ്. നിങ്ങൾ വിചാരിക്കപ്പോൾ ഈ വാറിനെണ്ണ വേറെ പണിയൊന്നുമില്ലെന്ന്. മംഗ്ലീഷ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയെന്ന്. അങ്ങനെയല്ല കേട്ടത്. ഇതെന്താണെന്ന് വെച്ചാൽ നല്ല മലയാളവും നല്ല ഇംഗ്ലീഷും ഈ വാറിനെണ്ണ മുമ്പിൽ കൂടെ പല കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകും. ഇത് കൊള്ളാലോ എന്ന് ചില കാര്യങ്ങൾ തോന്നുമ്പോൾ ഇതും ഇവിടെ കിടാങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താൽ നന്നാവുമല്ലോ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് കേട്ടോ. അത് വാറിനേട്ടൻ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ വാറിനേട്ടനും ലില്ലിക്കുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴേ ലില്ലിക്കുട്ടീനെ അറിയില്ല അല്ലേ? അതും ഇവിടെ പശുക്കിടാവണം കേട്ടോ. ലില്ലിക്കുട്ടിയെ വാറിനേട്ട ഇവിടെ ഉണ്ട് കേട്ടോ. കിടാവ് പേടിച്ചിട്ടാണ്. വാറിനേട്ട എവിടേക്കാ പോയെന്ന് കിടാവ് നോക്കണത്. എന്താ വെച്ചാൽ ഈ പറമ്പിൽ കൊത്തും കളയൊന്നും ഇല്ലാണ്ടായപ്പോൾ പുല്ലും കാടൊക്കെ പിടിച്ച് കിടക്കണം. അപ്പോൾ വാറിനേട്ടൻ വിചാരിച്ചു അതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കാര്യം കരണ്ട് എന്തെങ്കിലുമൊക്കെ തിന്ന് നടന്നോളൂ. വാറിനേട്ടൻ ആ നേരം നെറ്റിൽ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കുകയും ചെയ്യാം. വിജ്ഞാനത്തിൻ്റെ സാഗരം ഇങ്ങനെ അനന്തമായിട്ട് പരന്ന് കിടക്കല്ലേ ഇൻ്റർനെറ്റിൽ. പിന്നെ വാറിനേട്ടന് ലാംഗ്വേജിനോടൊരു പാഷൻ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഒളിച്ചേക്കുന്നില്ല. നിങ്ങൾ ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്തോട്ടെ മംഗ്ലീഷ് കോക്കാനോ അല്ല കരിമ്പൂച്ചില്ലാത്ത പോലെ ഒരു സാധനം എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഈ മംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നിങ്ങളതൊരു ബാഡ് ടേസ്റ്റിൽ എടുക്കണ്ട കേട്ടോ. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ മലയാളവും ഇംഗ്ലീഷും കൂടി അതിലെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് തോന്നുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ നാളും ഇവിടെ കൊച്ചു വർക്കിനും നിങ്ങൾക്ക് അറിയില്ലോ അല്ലേ? നമ്മുടെ പേരക്കിടാവണം. അവനാളൊരു ജഗജില്ലിന് 2ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയമാണ് അവരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അഗ്രികൾച്ചർ അതുപോലെ എന്താ പറയുക അഡ്വഞ്ചർ. അപ്പോൾ വാറിനിട്ട് അവനോട് ചോദിച്ചു കൊച്ചു വർക്കിയെ നിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒരു എയിമില്ലല്ലോ കിടാവേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയണം ആ പാപ്പൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ഓൾഡാണെന്ന്. എന്തുട്ട വാറിനിട്ടൻ പറയുക പ്രൊനൗൺസിയേഷൻ എന്നുള്ളത് വരെ കൊച്ചു വർക്കി തെറ്റായിട്ട് കാച്ചണം ഇങ്ങട്. ഞാൻ പറഞ്ഞു കിടാവേ അഗ്രികൾച്ചർ അല്ലടാ ആഗ്രികൾച്ചർ എന്ന് പറയണം. ആപ്പിൾ എന്ന് പറയണ പോലെ. അതുപോലെ അഡ്വഞ്ചർ അല്ലടാ കൊച്ചു വർക്കി അഡ്വഞ്ചർ. അതും ആപ്പിളിൻ്റെ പോലെ ഒന്നും നീട്ടി പറയടാ കൊച്ചു വർക്കിയെന്ന്. അപ്പോഴാണ് വാറിനിയേട്ടന് വെള്ളിടി വെട്ടണ പോലെ ഒരു കാര്യം തോന്നിയത്. നമ്മുടെ കൊച്ചു വർക്കിനെ പോലെ ആയിരക്കണക്കിന് കൊച്ചു വർക്കികൾ ഇങ്ങനെ തെറ്റായിട്ട് പറയുന്നുണ്ടാവില്ലേ ചെറുപ്പത്തിൽ തന്നെ? അല്ലെങ്കിൽ ഈ ടീച്ചർമാരൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവില്ലേ? അതൊരു ശരിയല്ലല്ലോ. നമുക്കൊന്നും മാറ്റിയെടുക്കേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു മക്കളും ചില ലാവിഷായിട്ട് സമയം കെടുക്കണം. ലില്ലിയുടെ എന്തെങ്കിലുമൊക്കെ തിന്ന് കടന്നുള്ളൂ. എനിക്കെന്ന് ചെയ്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞെക്കിയാൽ നിങ്ങളുടെ അവിടേക്ക് എത്തുമല്ലോ. അതുകൊണ്ടാണത്. അപ്പം ഞാനും ലില്ലിക്കുട്ടിയും നിങ്ങളുടെ മുമ്പിൽ കൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഒന്ന് തോണ്ടിക്കൊള്ളൂ കേട്ടാ. എന്തെങ്കിലും ഒരു കാര്യം കാണും. അപ്പം നമുക്ക് കാണാട്ടെ അങ്ങനെ ഇടയ്ക്ക്. ഓർമ്മേട്ടൻ പോട്ടെന്നാ.